ഇത് ഞങ്ങൾ നിൽക്കുന്നത് തിരുപ്പതിയുടെ ചില മൊബൈൽ മാറ്റി വെച്ചിട്ട് ആ മൊബൈൽ മാറ്റി വെച്ച കൗണ്ടറിൽ തിരിച്ചു വായിക്കുന്ന ഒരു കൗണ്ടറിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. അതായത് ഇതാണ് കൗണ്ടർ, ഈ കാണുന്നത്. ഇവിടെ നിന്നാണ് മൊബൈൽ തിരിച്ചെടുക്കുന്നത്. രാവിലെ 7:30 മണിക്ക് കൗണ്ടറിൽ കയറിയ ഞങ്ങളാണ്. ഞാൻ നേരത്തെ ബുക്ക് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞില്ല എനിക്ക് കിട്ടിയില്ല, 300-ന്റെ പാസ് കിട്ടിയില്ല. അപ്പൊ 50-ന്റെ പാസും കിട്ടില്ല, അതും ഫുള്ളായി. ഇത് ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഫ്രീ പാസിലാണ് കയറിയത്. ഫ്രീ പാസ് അല്ല, ഫ്രീ ദർശനിലാണ് കയറിയത്. ഫ്രീ ദർശനിൽ കയറിയിട്ട് ഒരു 12 മണിക്കൂർ ഞങ്ങളായിട്ട് കറങ്ങി അവസാനം നമ്മളെ ഊപ്പാട് വന്നത്. ആ പിള്ളേരെല്ലാം കളന്ന് വിശന്ന് ഊപ്പാട് വന്നിരിക്കുന്നത്. കാരണം വെള്ളം കിട്ടും, പിന്നെ ചോറ് കിട്ടും. ചോറെന്ന് പറഞ്ഞാൽ നമുക്ക് പിടിക്കില്ല, ഇവിടെ കേരളക്കാർക്ക് പിടിക്കുന്ന ചോറല്ല. കാരണം എന്ന് പറഞ്ഞാല് ഒരുമാതിരി പച്ചരിയില് അതില് സാമ്പാർ സാധനം എന്ന് പറയുന്ന സാധനമാണ്, പിന്നെ തൈര് സാധനം ഇങ്ങനെയൊക്കെ ഉണ്ട്. നമുക്കത് പിടിക്കില്ല, പിള്ളേരൊന്നും കഴിച്ചില്ല. ഞാൻ കുറച്ച് കഴിക്കും, കുറച്ച് വെള്ളം ഇഷ്ടം പോലെ കിട്ടും. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് അവസാനം ഏകദേശം 2:30 മണിയായപ്പോഴത്തേക്ക് ഒരു റൂമിനകത്ത് കൊണ്ടങ്ങ് അടച്ചു. അതിനകത്ത് കിടന്നത് ആടുമാടുകളെ കൊണ്ട് ഇടുപോലെ എല്ലാത്തിനെ കൊണ്ടിട്ട് അവസാനം ഒരു 4:30-5 മണിയായപ്പോൾ തുറന്നു വിട്ട് അവിടെ നിന്ന് ഇറങ്ങി നേരെ പിന്നെ ഒരു 3/4 മണിക്കൂർ നടന്നു വന്നതാണ് ഈ മൊബൈൽ വെക്കുന്ന കൗണ്ടർ വന്നു. മൊബൈൽ വെക്കുന്ന കൗണ്ടർ വന്ന് നേരത്തെ ഫുണ്ടടിച്ചു തന്നപ്പോഴത്തേക്ക് ദർശന സമയം അടിച്ചു തന്നപ്പോഴത്തേക്ക് ഞങ്ങൾ വിചാരിച്ചു ഇന്ന് രാത്രി 11 മണിയാണ്. ശരിക്കും നാളെ രാത്രി 21-ാം തീയതി രാത്രി 19-ാം തീയതിയാണ് ഞങ്ങളിവിടെ വന്നത്. അപ്പൊ 20-ാം തീയതി ഇന്നല്ലേ, 20-ാം തീയതി കിട്ടുമെന്ന് വിചാരിച്ച് ഞങ്ങൾ 20-ാം തീയതി കിട്ടിയില്ല. 21-ാം തീയതി രാത്രി 11 മണിക്കാണ് ഫുണ്ടടിച്ചത്. സ്വാഭാവികമാണ് ഞങ്ങൾ ട്രെയിൻ ബുക്ക് ചെയ്തു. ട്രെയിന് പിറ്റന്ന് ഒരു 2:10-നാണ് ട്രെയിന്. അപ്പൊ നമുക്കത് പറ്റാത്തതാണ് ഒരു കാര്യം. ഞങ്ങള് വെളിയിൽ വന്നിട്ട് അതിന്റെ ഫ്രണ്ടിൽ വന്ന് തൊഴിലിട്ട് തിരിച്ച് കൗണ്ടർ വന്ന് മൊബൈലും വാച്ച് ഞങ്ങൾ അവിടെ നിന്ന് പടങ്ങളൊക്കെ വാച്ച് ഇറങ്ങി. ഇതാണ്. അപ്പൊ നിങ്ങൾ വരണമെങ്കിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം, ഫ്രീ ദർശനം എന്നും പറഞ്ഞ ഒരു കാരണവശാലും ടിക്കറ്റ് എടുക്കരുത്. ഫ്രീ ദർശനം എടുത്തു കഴിഞ്ഞാൽ ഊപ്പാട് വന്നു 12 മണിക്കൂറല്ല 2 ദിവസമൊക്കെ ചിലപ്പോൾ നിന്നാലേ ഫ്രീ ദർശനം കിട്ടുള്ളൂ. അതുകൊണ്ട് 300 രൂപയുടെ സ്പെഷ്യൽ എൻട്രി ഫീസ് എന്ന് പറഞ്ഞാൽ 300 രൂപയുടെ ഒരു പാസ് ഉണ്ട്. അത് കിട്ടണമെങ്കിൽ മാത്രമേ തിരുപ്പതിൽ വരാവൂ. ഇല്ലെങ്കിൽ ഒരു കാരണവശാലും തിരുപ്പതിൽ വരരുത്. വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ പറയുകയും വേണ്ട. അപ്പൊ അതാണ് എനിക്ക് പറയാനുള്ളതാണ്. ആദ്യമായിട്ട് പറഞ്ഞവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് സ്പെഷ്യൽ എൻട്രി ദർശനം. അത് TTD ആപ്പിൽ കയറിയിട്ട് 2 മാസത്തിന് മുമ്പ് ബുക്ക് ചെയ്താൽ നമുക്ക് നോട്ടിഫിക്കേഷൻ വരും. TTD ആപ്പ് പിടിക്കുമ്പോൾ നോട്ടിഫിക്കേഷൻ വരും. നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ട് 2 മാസം മുമ്പ് തന്നെ എല്ലാം വരും. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് അവർ നോട്ടിഫിക്കേഷൻ വരുമ്പോ എന്താണ് ഇത് ഇടുന്നതെന്ന് പറയും. അപ്പൊ അത് കണക്കാക്കി നോക്കിയിട്ട് 1 മണിക്കൂർ വരും. 1 മണിക്കൂർ സമയമുണ്ട്. ആ 1 മണിക്കൂർ സമയം കൊണ്ട് നമുക്ക് ബുക്ക് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷെ ഞാൻ ബുക്ക് ചെയ്ത് കിട്ടിയില്ല. ഞാൻ 2 പ്രാവശ്യം നോക്കിയിട്ടും കിട്ടിയില്ല. പിന്നീട് ഒരു പരീക്ഷ എന്ന നിലയ്ക്ക് വരാമെന്ന് വിചാരിച്ചത്. കാരണം സ്കൂൾ അവധിയല്ലേ, സ്കൂൾ അവധിക്ക് കുട്ടികൾ ഒന്ന് കറങ്ങുകയും ചെയ്യാം, കോവിൽ തൊഴുകയും ചെയ്യാം, അങ്ങനെ വന്നതാണ്. പക്ഷെ സംഭവം പാളിപ്പോയി. കാരണം ഫ്രീ ദർശനം പോയി കയറി കൊടുത്തു. ഊപ്പാടും പളപ്പാടും വന്ന് നമുക്ക് ദർശനം കിട്ടിയതുമില്ല. അതിന് പുറത്ത് വന്ന് ഇറങ്ങി വരികയും ചെയ്യും. പിന്നെ ഞങ്ങളെ കൂടെ വന്നതിൽ 2 പേർക്ക് മാത്രം ദർശനം കിട്ടി. കാരണം ഇവര് ഈ ഫോണ് അവിടെ പിടിച്ചു വെച്ച് തിരിച്ച് വാങ്ങാൻ വന്നപ്പോഴത്തേക്ക് ഇവിടെ വന്നപ്പോഴത്തേക്ക് അത് ഇവർക്ക് 2 പേർക്ക് ദർശനം കിട്ടി. തിരുപ്പതി യാത്രയൊക്കെ കഴിഞ്ഞിപ്പോ തിരിച്ച് മടക്കമാണ്. ബുക്ക് ചെയ്ത് വരാത്തത് കാരണം അവിടെ ഫ്രീ ദർശനാണ് കയറിയത്. ഫ്രീ ദർശനം കയറിയതുകൊണ്ട് ഞങ്ങൾക്ക് ദർശനം കിട്ടി. ഞങ്ങൾ ഏകദേശം അങ്ങെത്തിയപ്പോൾ ഞങ്ങൾക്ക് സമയം എന്ന് പറഞ്ഞാൽ പിറ്റേന്ന് രാത്രി 11 മണിക്കുള്ള സമയം വന്നത്. പിറ്റേന്ന് രാത്രി പറ്റാത്തതുകൊണ്ട് ഞങ്ങൾക്ക് അതിന്റെ 2:10-ന് ട്രെയിൻ ഉള്ളതുകൊണ്ട് ഞങ്ങളത് ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. പുറത്ത് തൊഴുതിട്ട് ഒന്ന് നമ്മൾ റെനിഗുണ്ട വന്ന് പിന്നെ അവിടെ നിന്ന് കാളഹസ്തി പോയി. കാളഹസ്തി കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ച് റെനിഗുണ്ട വന്ന് ഒരു AC വെയിറ്റിംഗ് ഹാളിലാണ് ഇരുന്നത്. ഈ വെയിറ്റിംഗ് ഹാളില് 1 മണിക്കൂർ 2 മണിക്കൂർ 24 രൂപയാണ് വെയിറ്റിംഗ് ഹാളിന്റെ റേറ്റ്. ഈ 2 മണിക്കൂർ 24 രൂപയുള്ളൂ വെയിറ്റിംഗ് ഹാള്. ഞങ്ങള് ഒരു 6-8 മണിക്കൂറോളം എടുത്തു ഇങ്ങനെ വെയിറ്റിംഗ് ഹാളിൽ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഇനി ഇവിടെ നിന്ന് 2:10-നാണ് ട്രെയിൻ. 2:10-ന് കയറി കഴിഞ്ഞാൽ നാളെ രാവിലെ 9:05-നാണ് അവിടെ
പറഞ്ഞേക്കുന്നത്. രാവിലെ 9:05 നാളെ അവിടെ എത്തും. റെയിൽവേ സ്റ്റേഷനൊക്കെ ഇപ്പൊ കാണിച്ചു തരാം. തമ്പാനൂര് ഇന്നക്കാരുണ്ട്. തമ്പാനൂര് ഇന്നക്കാരുണ്ട്. റെനിയുണ്ടാ റെയിൽവേ സ്റ്റേഷൻ. പണ്ടത്തെ ട്രെയിനൊക്കെ അവിടെ കിടക്കാണ്. റെഡ് ബോഗി. കൽക്കരി കൊണ്ടുപോകുന്ന വണ്ടി, അരിയും ഗോതമ്പും കൊണ്ടുപോകുന്ന വണ്ടി. ആ വണ്ടി പോയാ കൊണ്ടിട്ട വണ്ടി. ആ വണ്ടി എടുത്തോണ്ട് പോയി. പണ്ടത്തെ ബ്ലൂ ബോഗി കിടക്കാൻ. അപ്പുറത്തൂടെ ഒരു ട്രെയിൻ പോണ്. ഏതോ ഒരു ട്രെയിൻ. ഏത് പ്ലാറ്റ്ഫോമിൽ അറിഞ്ഞൂടാ. അങ്ങ് അറ്റത്തെ അപ്പുറത്തെ പ്ലാറ്റ്ഫോം. അവിടെ ഏതോ ഒരു ട്രെയിൻ വരും. നാളെ സൗത്ത് സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ റെണിഗുണ്ട സ്റ്റേഷന്റെ പ്രീപാഡ് AC വെയിറ്റിംഗ് ഹാളാണ് ഈ കാണുന്നത്. കണ്ടില്ലേ? 2 മണിക്കൂർ 24 ഉള്ളൂ.